യേശു കർത്താവിൻ്റെ ക്രൂശീകരണം അന്നത്തെ ആളുകളിൽ ഉണ്ടാക്കിയ സമ്മിശ്ര പ്രതികരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മതപുരോഹിത വർഗത്തിന് അത് പരിഹാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസമായിരുന്നു. നമുക്കറിയാം, ഞാൻ ചാർലിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ചാർലിയുടെ ഡെത്ത് അതിനെ ആഘോഷമാക്കിയവരുണ്ട്. ഈ രാജ്യത്ത് ഇപ്പോഴും ആഘോഷിക്കുന്നവരുണ്ട്. അതിൻ്റെ പേര് ചിലരുടെയൊക്കെ ജോലിയൊക്കെ പോവുകയൊക്കെ ചെയ്തു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തും അതുതന്നെയായിരുന്നു. മഹാപുരോഹിതന്മാരും ആ വർഗീയ ആളുകളെല്ലാം തന്നെ അവർ ജയിച്ചു എന്ന് വലിയ ആഘോഷം മായിട്ട് പോയ ദിവസങ്ങളാണത്. എന്നാൽ യേശുവിൽ നിന്ന് പാപമോചനവും രോഗശാന്തിയും ഒക്കെ പ്രാപിച്ച മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു. അവരാ സാധുക്കള് സഹതപിച്ച് ദുഃഖിച്ച് കരയാനുള്ള ഒരു സംഭവമായിരുന്നു അവർക്കത്. അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാനില്ല, നിസ്സഹായരായിരുന്നു. എന്നാൽ അതുവരെ രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരനായ യോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ ധീരതയോടെ യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി അടക്കം ചെയ്തു എന്ന് 4 സുവിശേഷങ്ങളിലും അത് പറയുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നത് തന്നോട് കൂടെ ഏറ്റവും ചേർന്ന് നടന്ന ശിഷ്യന്മാർ ആ സമയത്ത് യേശുവിൻ്റെ ക്രൂശ് മരണത്തെ ഭയന്ന് വാതിലുകൾ അടച്ച് മുറിക്കുള്ളിലിരിക്കുകയായിരുന്നു. ന്യായമായും അവരുടെ ഭയത്തിന് പല കാര്യങ്ങളുണ്ട്. അധികാരികളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഇനി എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. ആ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ ഭയപ്പെട്ടിരിക്കുക. അവിടുന്ന് കാൽവറിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വ്യക്തമായി പല പ്രാവശ്യം യേശു കർത്താവ് അവരോട് പറഞ്ഞതാണ്. പക്ഷെ അവർക്കതൊന്നും അല്പം പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. യേശു കർത്താവിൻ്റെ പാഠശാലയിൽ 3.5 വർഷക്കാലം പഠിച്ചിട്ടും യേശുവിനെയും അവൻ്റെ ദൗത്യത്തെയും മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന കാര്യമൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള അവരുടെ മൈൻഡ് സെറ്റ് അപ്പോഴും യഹൂദ മതവിശ്വാസത്തിനുള്ളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നല്ലോ. ആ 40 ദിവസം ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അവരുടെ കൺക്ലൂഷൻ, കർത്താവിനോടൊരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നു എന്നായിരുന്നു. അങ്ങനെ ഒരു സാധാരണ യഹൂദന്റെ പ്രതീക്ഷയായിരുന്നു അത്. അതുവരെ യേശുവിൽ നിന്ന് കേട്ടതൊന്നും അവരുടെ ചിന്താഗതിക്ക് ഒരു മാറ്റവും വരുത്തിയില്ല എന്നറിയുമ്പോഴാണ് യേശുവിൻ്റെ ക്രൂശീകരണം അവരിൽ ഉളവാക്കിയ ആഘാതത്തിൻ്റെ ആഴം അല്പമെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത നിരാശയിലും ഭയത്തിലുമായിരുന്നു അവരെല്ലാം. ആ ദിവസങ്ങളിൽ അവിശ്വാസം കൊണ്ട് പതറിയ ശിഷ്യന്മാരെയാണ് 4 സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നത്. മത്തായി 26:31 ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് യേശു മുൻകൂട്ടി അവരോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ പോലെ ഇത് കേട്ടപ്പോഴാ പക്ഷേ പത്രോസ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ചാടിക്കേറി എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞത്. പിന്നീട് അവന് സംഭവിച്ചതൊക്കെ എന്താണെന്നറിയാൻ ഞാൻ അവിടേക്ക് പോകുന്നില്ല. തൻ്റെ മരണത്തോട് ശിഷ്യന്മാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതും യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പുനരുത്ഥാനത്തിന് ശേഷം യേശു മുമ്പലത്തെ പോലെ പൊതുജനങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയില്ല. പകരം താന് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിച്ച്, ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താനും സുവിശേഷം പ്രസംഗിപ്പാൻ അവരെ നിയോഗിക്കുന്നതിനും അവരെ ശക്തിപ്പെടുത്തുന്നതിനായി പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കാൻ അവരെ ഒരുക്കുന്നതിനുമാണ്
യേശു കർത്താവ് ശ്രദ്ധിച്ചത്. തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ എല്ലാവരും നശിച്ചു പോകുകയില്ലെന്ന് യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ആ ബലഹീനരായ സഹോദരിമാർക്കും തള്ളിപ്പറഞ്ഞ പത്രോസിനും തോമസ് അടക്കമുള്ള മറ്റു ശിഷ്യന്മാരുടെ ഒക്കെ അതുപോലെ തന്നെ അതുവരെയും വിശ്വസിക്കാതിരുന്ന തൻ്റെ പാതി സഹോദരനുമൊക്കെ യാക്കോബിനുമൊക്കെ വ്യക്തിപരമായി പേഴ്സണലായി പ്രത്യക്ഷപ്പെട്ട് അവരെ ഉറപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അവരിൽ രണ്ടുപേരാണ് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ് നമ്മൾ അവരെ കുറിച്ചുള്ള സംഭവം വായിക്കുന്നത്. 24-ന്റെ 13 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കുന്നത് നല്ലതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ വഴിയിൽ വെച്ചാണെന്നുള്ളത് ഒരു യാദൃച്ഛിക സംഭവമായി നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ലൂക്കോസിന്റെ എഴുത്തിന്റെ സ്റ്റൈൽ അതാണ്. രണ്ട് കൃതികളിലും, അതായത് സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും ഉടനീളം യേശു വഴിയിൽ വെച്ച് ആളുകളെ കണ്ടുമുട്ടുന്നത് നമുക്ക് കാണാം. അവന്റെ ആരോഹണത്തിനുള്ള കാലം തയ്യാറായപ്പോൾ യേശു ഗലീലയിൽ നിന്ന് യെരുസലേമിലേക്കുള്ള യാത്രയെ ചുറ്റിപ്പറ്റിയ ലൂക്കോസ് 9-ന്റെ 51 തൊട്ട് അങ്ങോട്ട് പിന്നെ വിവരിക്കുന്നത്. ഈ വഴിയിലെ മിനിസ്ട്രി കാരണമായിരിക്കാം യേശുവിൻ്റെ അനുയായികളെ ആദ്യം അറിയപ്പെട്ടിരുന്നത് ക്രിസ്ത്യാനികളെന്നായിരുന്നില്ല, മറിച്ച് മാർഗക്കാർ എന്നായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 2, 22-ന്റെ 4, 24-ന്റെ 14, 22 ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് ഈ മാർഗക്കാർ എന്നുള്ള പ്രയോഗം കാണാം. കാരണം യേശുവിൻ്റെ മിനിസ്ട്രി പ്രധാനമായും വഴിയിൽ വെച്ചായിരുന്നു. വഴിയിൽ കൂടെ താൻ ഇങ്ങനെ യെരുശലേമിലേക്കുള്ള ആ യാത്രയിലായിരുന്നു. മറ്റ് സുവിശേഷങ്ങളിലും ഇതിന് സമാനമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, അതുപോലെ യേശുവിനെ ആദ്യത്തെ ശിഷ്യന്മാര് ആ സ്നാപകന്റെ അടുത്ത് നിന്ന് കടന്നു പോകുന്ന യേശുവിനെ അനുഗമിച്ച യോഹന്നാനും അന്ത്രയോസും, ഗലീലയ്ക്ക് പോയ യേശുവിനെ മാർഗമധ്യേ കണ്ടെത്തിയ ശമരിയക്കാരി, ഇവരെല്ലാം യേശുവിൻ്റെ തെരുവ് ശുശ്രൂഷയ്ക്ക് നല്ല ഉദാഹരണങ്ങളാണ്. പഴയ നിയമത്തിലെ യാക്കോബും പുതിയ നിയമത്തിലെ പൗലോസും മാർഗമധ്യേ ദൈവത്തെ കണ്ടെത്തിയവരാന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ പറഞ്ഞു വന്നത് യേശുവിൻ്റെ പരസ്യയുടെ കാലത്തെ സംഭവങ്ങളെ കുറിച്ചാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ യേശുവിൻ്റെ യാത്രയിൽ കണ്ടുമുട്ടിയ ചിലരെ ഈ സമയം ഓർക്കുന്നത് നല്ലതാണ്. ഈ യാത്രയിലാണ് യേശു ബെഥാനിയയിലെ മാർത്തയെയും മറിയയെയും കാണുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഈ യാത്രയിൽ യേശു യെരിഹോവിനോട് അടുത്തപ്പോഴാണ് വഴിയരികെ ആ ഇരന്നുകൊണ്ടിരുന്ന കുരുടൻ യേശുവെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് യാചിച്ചപ്പോൾ യേശു അവനെ സൗഖ്യമാക്കുന്നത് നമ്മൾ കാണുന്നത്. അതേപോലെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യേശു കടന്നു പോകുന്ന ആ വഴിയരികെ കാട്ടത്തിമേലിരുന്ന സക്കായിയുടെ വീട്ടിന് രക്ഷ വരുത്തിയ ചരിത്രം അത് ഞാൻ നിങ്ങളോട് കൂടുതൽ വിവരിച്ച് കേൾപ്പിക്കേണ്ടല്ലോ. ഞാൻ മുകളിൽ പറഞ്ഞവരെ പോലെ നമ്മളൊക്കെ ഈ ജീവിതയാത്രയിൽ എവിടെ വെച്ചോ യേശുവിനെ കണ്ടെത്തിയവരാണെന്നൊന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വാസ്തവത്തിൽ യേശു നമ്മളെ കണ്ടെത്തി എന്ന് പറയുന്ന കുറെ കൂടെ ശരി. അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഇവിടെ പറഞ്ഞവരാരും തന്നെ സമൂഹത്തിലെ അറിയപ്പെടുന്നവരോ ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുള്ളവരോ ആയിരുന്നില്ല. വാസ്തവത്തിൽ അവരിൽ പലരും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരോ തള്ളപ്പെട്ടവരോ ആയിരുന്നു എന്ന് പറയുന്നത് ശരി. 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് എമ്മൗസിലേക്കുള്ള വഴിയിൽ വെച്ച് ഇതേപോലെ അധികം അറിയപ്പെടാത്ത രണ്ട് ശിഷ്യന്മാർ അവരോടൊപ്പം യേശു കൂടെ ചേർന്ന് നടക്കുന്നത് നമ്മൾ കാണുന്നത്. എമ്മൗസിലേക്ക് പോയ ഈ ശിഷ്യന്മാർ മറ്റ് ശിഷ്യന്മാരെ പോലെ എത്ര പ്രശസ്തരൊന്നും ആയിരുന്നില്ല. അവരുടെ പേര് തന്നെ ഒരാളുടെ പേരേ ഇവിടെ പറയുന്നുള്ളൂ. തന്നെയുമല്ല, പ്രതീക്ഷകൾ അസ്തമിച്ച് പിന്മാറ്റത്തിലേക്ക് പോകുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു ഇവരെന്ന് ഓർക്കണം. ഞാനിത് എടുത്തു പറയാൻ കാരണം, നമ്മുടെ കർത്താവിന് നമ്മുടെ അരികിൽ വരാനും നമ്മെ തന്നോട് ചേർത്ത് രക്ഷിക്കാനും
നമ്മുടെ ആരുടെയും എക്കണോമിക് സ്റ്റാറ്റസോ സോഷ്യൽ സ്റ്റാറ്റസോ അതുമല്ല നമ്മുടെ സ്പിരിച്വൽ സ്റ്റാറ്റസോ പോലും ഒരു പ്രശ്നമല്ലെന്ന് പറയാനാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് എന്നോടുകൂടെ ഇല്ല, അവൻ എന്നെ തള്ളിക്കളഞ്ഞുവെന്ന നിരാശാബോധം ഭരിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മളിന്ന് പാടിയപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടായല്ലോ. നമ്മെ ഒരു നാളും കൈവിടുന്നവനല്ല നമ്മുടെ യേശു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ. എമ്മോസ് എന്ന തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുന്ന ഈ രണ്ട് ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നാണ് പോകുന്നുവെന്നത് വളരെ പ്രധാനമറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം തൊട്ടടുത്ത ചില ദിവസങ്ങളിലായി അവിടെ തങ്ങളുടെ വിശ്വാസവുമായുള്ള ബന്ധത്തിൽ ചില വലിയ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അതേക്കുറിച്ച് തന്നെ സംസാരിച്ചും തർക്കിച്ചും വാദിച്ചും കൊണ്ടാണ് ഇവർ മുന്നോട്ട് നടന്നു നീങ്ങുന്നത്. അതായത് അവരുടെ ഈ യാത്രയെ സാരമായി സ്വാധീനിച്ച സംഭവങ്ങളാണ് ആ ദിവസങ്ങളിൽ നടന്നതെന്ന് ചുരുക്കം. യേശുവിൻ്റെ മറ്റുള്ള ശിഷ്യന്മാരും കൂട്ടരും യെരുശലേമിൽ തന്നെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ സഹോദരന്മാര് കൂട്ടായ്മയും സഹോദരന്മാരെയും ഒക്കെ ഉപേക്ഷിച്ച് എമ്മൗസിലേക്ക് പോകുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണം അവരെ അത്രയ്ക്ക് നിരാശയിൽ ആഴ്ത്തിക്കളഞ്ഞു. വിശ്വാസ ജീവിതത്തിൽ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഈ കൂട്ടായ്മകൾ മുടക്കുന്നതും സഹോദരന്മാരിൽ നിന്ന് അകലുന്നതും പിശാചിൻ്റെ ഒരു തന്ത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കൂട്ടായ്മകളും കൂട്ടുകാരും പ്രാർത്ഥനയും അധികം ആവശ്യമുള്ളത് പരിശോധനാ വേളകളിലാണ്. ആത്മീയ വളർച്ചയുടെ സമയങ്ങളിൽ, പ്രത്യേകിച്ച് പരിശോധനാ വേളകളിൽ ദൈവമക്കളുടെ സാമീപ്യം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ എമ്മൗസിലേക്ക് മടങ്ങിപ്പോകുന്ന ശിഷ്യന്മാർക്ക് ഈ ആവശ്യബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ യേശുവിൻ്റെ ആത്മാവുള്ള നമ്മൾ വേണം അങ്ങനെയുള്ളവരുടെ പിറകെ ഓടിയെത്തി അവരിൽ ആ ആവശ്യബോധം ജനിപ്പിക്കുവാൻ. ഈ സംഭവ കഥയിൽ അതാണല്ലോ നമ്മൾ കാണുന്നത്. നിരാശയിൽ അമർന്ന് പഴയ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന യേശു നമ്മൾക്ക് ഏറെ പ്രത്യാശയാണ് നൽകുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം തീർച്ചയായും നമ്മോട് ചേർന്ന് നടക്കുമെന്ന് അത് നമുക്ക് ഉറപ്പ് നൽകിയ, ജയിലുകളിലും പീഡനങ്ങളിലും കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരോടൊപ്പവും യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അവർ അറിയേണ്ടതിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മാരക രോഗത്തിലും ഏകാന്തതയിലുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കിടക്കയ്ക്കരികിൽ അടുത്തു നിൽക്കുന്ന യേശുവിൻ്റെ ആ സാന്നിധ്യം നമ്മൾ അറിയേണ്ടതാണ്. അവരുടെ ഹൃദയ കണ്ണുകൾ അതിനുവേണ്ടി തുറക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവൻ നമ്മളെ ഒരു സാഹചര്യത്തിലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന എമ്മൗസിലെ ശിഷ്യന്മാരുടെ ചരിത്രം നമ്മളെ ഓർപ്പിക്കുന്നത്. നിരാശയുടെ പടുകുഴിയിലും നമ്മോടൊപ്പം നടക്കാനും ഉയർപ്പിൻ്റെ ശക്തിയാലുള്ള പ്രത്യാശ നമ്മളിൽ പകരാനും അടുത്തു വരുന്നവനാണ് നമ്മുടെ രക്ഷകൻ എന്ന് മറന്നു പോകരുത്. കാണാതെ പോയതിനെ തേടി പുറപ്പെട്ടവൻ കൂട്ടം വിട്ടതിനെയും തേടി രക്ഷിക്കാതിരിക്കുമോ എന്നൊരു ചോദ്യം നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാം. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ നമ്മൾ എങ്ങനെയാണ് അവരെ സഹായിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയുടെ യേശു ഇവിടെ കാട്ടിത്തരുന്നുണ്ട്. യേശുവിന് വേണമെങ്കിൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഈ ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുക്കാമായിരുന്നു. എന്നാൽ അതിലൂടെ യഥാർത്ഥ രൂപാന്തരത്തിലേക്ക് ഈ ശിഷ്യന്മാരെ കൊണ്ടുവരുവാൻ കഴിയില്ലെന്ന് യേശുവിനറിയാം. ഉയർത്തെഴുന്നേറ്റ യേശു അവരിൽ ഉരുവാകണമെങ്കിൽ അവർ ആ യാഥാർത്ഥ്യം അനുഭവിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് യേശു ചെയ്തത് ആദ്യം അവർക്ക് പറയാനുള്ളത് സശബ്ദം ശ്രദ്ധിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ പ്രശ്നം ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കഴിയാതെ പോകുന്ന ഒരു അപ്രോച്ചായത്. അവരെ കേൾക്കാൻ നമ്മൾക്ക് ക്ഷമയില്ല. നമ്മൾ ചെന്ന് ആദ്യം തന്നെ അങ്ങ് ചികിത്സിക്കുക. ഈ സമയം ഇയ്യോബിന്റെ സ്നേഹിതന്മാരെയാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. വളരെ നല്ല സ്നേഹിതന്മാരായിരുന്നു അവർ.
ഇയ്യോബിന് ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചെന്ന് കേട്ടപ്പോൾ അവർ അവനോട് സഹതാപിപ്പാനും അവനെ ആശ്വസിപ്പിക്കാനും തൻ്റെ അടുക്കൽ ദൂരദേശത്ത് നിന്ന് വന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. അവർ ഇയ്യോബിന്റെ അവസ്ഥ അകലെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഉറക്കെ കരഞ്ഞു, വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. തന്നെയുമല്ല, അവന്റെ വ്യസനം അതികഠിനമാണെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്ക് പോലും മിണ്ടാതെ 7 രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ഒടുവിൽ അവർ വായ തുറന്നപ്പോൾ ഇയ്യോബിന് സംസാരിക്കാൻ പോലും അവസരം നൽകാതെ അവന്റെ മുറിവിന് ആഴം കൂട്ടുന്ന വാക്കുകളാണ് സംസാരിച്ചതെന്നും നമുക്ക് തുടർന്ന് കാണാം. നമുക്ക് വായ തുറക്കാൻ 7 ദിവസം പോയിട്ട് 7 നിമിഷം കാത്തിരിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഭയം. യേശുവിൻ്റെ മാതൃക പിൻപറ്റാൻ നമ്മൾക്ക് കഴിയേണ്ടതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. യേശു ഇവിടെ ആ ശിഷ്യന്മാരുടെ വശം മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറായി. വാസ്തവത്തിൽ യേശുവിനെ കുറിച്ച്, യേശുവിനോട്, യേശു ആണെന്നറിയാതെ അവർ സംസാരിക്കുന്നത് കേട്ട് നിന്ന് യേശുവിൻ്റെ ആ ശ്രേഷ്ഠ ഗുണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മെക്കുറിച്ച് നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ഇടയ്ക്ക് കയറിയിട്ട് അവരെ തിരുത്തിയേനെ. അങ്ങനല്ല, ഇങ്ങനെ ഞാൻ എന്നൊക്കെ പറഞ്ഞേനെ. ഒരു കാര്യം സമ്മതിക്കണം, പിന്മാറ്റക്കാരായിരുന്നുവെങ്കിലും യേശുവിനെ കുറിച്ച് നല്ലത് മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു നസ്രയനായ യേശു എന്നാണ് അവർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. അവർ ഒരിക്കലും യേശുവിനെ തള്ളി പറഞ്ഞില്ല. എന്നാൽ അവരുടെ പ്രതീക്ഷകളാകെ തകർച്ച സംഭവിച്ചിരുന്നു. 20-21 വാക്യങ്ങളിൽ അതാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. നിങ്ങളത് പാസ്റ്റ് ടെൻസിൽ ആണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ദർ ഇസ് നോ മോർ ഹോപ്പ്. അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഇനി അടുത്ത സെന്റൻസ് അവർ പറയുന്നത്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ ഇൻ പാസ്റ്റ് ടെൻസ്. പിന്നീട് ഒരു പ്രതീക്ഷ അവിടെ ഇല്ല. ഈ 2 വാക്കുകളിൽ നമ്മൾ കാണുന്നത് അവരുടെ ഹോപ്പ്ലെസ്നെസ് ആണ്. യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ യേശു ഈസ് നോ മോർ. അതുപോലെ അവന് വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നതാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വരാൻ പോകുന്ന മശിയയാണെന്നൊക്കെ. അതും ആശയായിരുന്നു. ഇപ്പോഴാ ആശയില്ല. അവർ അവനെ ക്രൂശിച്ചതിനാൽ യേശുവിനെ കുറിച്ചുള്ള അവരുടെ ആശ മുഴുവൻ ഇല്ലാതെയായിരിക്കുക. അവരുടെ തുറന്നുള്ള വാക്കുകളെല്ലാം ആ നിരാശയുടെ ആഴം വർദ്ധിപ്പിക്കുക. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്ക് പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. നോക്കണേ, അവിടെയും നിരാശയാണ്. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ഏതോ ദൂതന്മാരുടെ ദർശനം കണ്ടു, ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ആ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ദർശനം കണ്ടതെന്ന് പറഞ്ഞ് വിശ്വസിക്കുമെന്നല്ല, ഞങ്ങളെ ഭ്രമിപ്പിച്ചു എന്നാ പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്ക് ചെന്ന് ആ സ്ത്രീകൾ പറഞ്ഞതുപോലെ ചെന്നപ്പോൾ അവനെ അവിടെ കണ്ടില്ല. നോക്കിക്കേ, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സഹോദരിമാർ ഏതോ സ്വപ്നം കണ്ടതാണെന്നാണ് അവർ വിശ്വസിച്ചത്. മാത്രമല്ല, ആ വാർത്ത ഞാൻ പറഞ്ഞതുപോലെ അവരെ ഭ്രമിപ്പിച്ചു എന്നും കാണുവാൻ സാധിക്കും. അവർക്ക് പറയാനുള്ളത് മുഴുവൻ യേശു കേട്ടു. പക്ഷേ കേട്ട് കഴിഞ്ഞപ്പോൾ യേശു അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. അവൻ അവരുടെ അവിശ്വാസത്തെ കടന്നാക്രമിച്ചുകൊണ്ട് അവരോട് പിന്നീട് സംസാരിക്കുക. അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ? നോക്കണേ, ഇവിടെ പ്രവാചകന്മാർ പറഞ്ഞു എന്നൊക്കെ യഹൂദന്മാരായ ആ ചിന്താഗതിയിലുള്ള ഈ മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഇവരോട് പറയുമ്പോൾ അവർക്കതിനെ എതിർക്കാൻ കഴിയുന്നില്ല. മോശയെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. തുടർന്ന് കുറച്ച് താഴോട്ട് വരുമ്പോൾ 32-ാം വാക്യത്തില് അതിൻ്റെ ഫലം എന്തായിരുന്നുവെന്നും ഇവർ തന്നെ പറയുന്നുണ്ട്. അവർ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ കുറിച്ച് തെളിയിക്കുമ്പോൾ
നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. നോക്കണേ, അത് ആഫ്റ്റർ ഈ സംഭവങ്ങൾ കഴിയാൻ ഉള്ള സമയത്ത് അവരത് പറയുന്നത് ഒരു റിഫ്ലക്ഷനാണ്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം പിന്നീട് അവർ ഓർത്തെടുക്കുക. അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ തീ കത്തിക്കാനാണ് വാസ്തവത്തിൽ ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പിന്നിലുള്ള പ്രതികരണം ഓട്ടം നിലച്ച വാഹനത്തിന് ജംപ് സ്റ്റാർട്ട് നൽകി ചാർജ് ചെയ്തപ്പോഴത്തെ പോരാ. നമുക്കറിയാലോ, ഈ ബാറ്ററി ഒക്കെ ഡൗൺ ആയി ഉടനെ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങി. ആ രാത്രിയിൽ യെരുശലേമിലേക്കുള്ള അവരുടെ യാത്രയിൽ കൂട്ടിന് യേശു ഉണ്ടായിരുന്നോ എന്ന് പോലും നമ്മളവിടെ വായിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന ആ തിരുവഴുത്തിന്റെ ജ്വാല അവർക്ക് ആ യാത്രയിൽ ഏറെ കരുത്തേകി. 11 പേരുമായുള്ള പുനഃസമാഗമത്തിന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി അവരിൽ ആവേശം പകരുകയായിരുന്നു. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. ചിലപ്പോഴൊക്കെ അവൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയാൻ യേശു നമ്മളിൽ നിന്നും മാറി നിൽക്കുന്നതായി അഭിനയിക്കാറുണ്ട്. പ്രത്യേകം ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, അഭിനയിക്കുകയാണ് യേശു. വാസ്തവത്തിൽ യേശു മാറുന്നില്ല. ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ തന്നെ അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചത് അതുകൊണ്ടാണ്, ഒരു അഭിനയമായിരുന്നു അവിടെ. അവർ അതുവരെ പഠിച്ചത് പരീക്ഷിക്കാനുള്ളൊരു ടെസ്റ്റായിരുന്നു അത്. വാസ്തവത്തിൽ ആ ടെസ്റ്റിൽ അവർ പരാജയപ്പെട്ടു പോയി. എന്നാൽ പരാജയപ്പെട്ടിടത്ത് നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. അവരോടൊപ്പം നടന്ന് തിരുവെഴുത്തുകളിൽ കൂടി വീണ്ടും അവരെ പഠിപ്പിച്ചു. എന്നിട്ട് അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു പിന്നെ ഒരു അഭിനയം, മുൻപോട്ട് പോകുന്ന ഭാവം അവൻ അഭിനയിക്കുക. അത് അടുത്ത ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിൽ പക്ഷേ അവർ വിജയിച്ചു. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവരോ ഞങ്ങളോടുകൂടി പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് ആ സ്ട്രെയിഞ്ചറെ അവരവരുടെ വീട്ടിൽ കൈക്കൊള്ളുവാൻ തയ്യാറാകുക. അവൻ അവരോടുകൂടി പാർപ്പാൻ ചെന്നു. അവർ അവനെ ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിനെക്കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ ടെസ്റ്റിൽ അവർ വിജയിക്കുകയായിരുന്നു. ഇതേപോലൊരു ടെസ്റ്റിൽ പരാജയപ്പെട്ട ശിഷ്യന്മാരുടെ കാര്യവും സുവിശേഷത്തെ നമുക്ക് കാണാം. മർക്കോസിന്റെ സുവിശേഷം 4:35 മുതൽ 41 വരെയാണ് ഈ ടെസ്റ്റിന്റെ രംഗം നമ്മൾ കാണുന്നത്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു ശിഷ്യന്മാരോട് പറയുക. യേശു പറഞ്ഞ പാടെ, പടകിൽ ഇരുന്ന പാടെ അവർ അവനെയും കൊണ്ട് പോവുകയുമാണ്. ഇത്രത്തോളം വാസ്തവത്തിൽ അവർ ആ ടെസ്റ്റിൽ ജയിച്ചിരിക്കുക. കാരണം യേശു പറഞ്ഞത് കേട്ടു, യേശുവിനെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളി കയറുന്നത് കൊണ്ട് അത് മുങ്ങുമാറായി എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ പടകിൽ കയറിയ മാത്രയിൽ യേശു എന്തോ ചെയ്തു? അമരത്ത് തലവേണ വെച്ച് ഉറങ്ങിപ്പോയി. ഇവിടെയാണ് അവരുടെ പരാജയം തുടങ്ങുന്നത്. അവർ ചെയ്തത് നോക്കി, അവർ യേശുവിനെ ഉണർത്തി. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവർ യേശുവിനെ ഉണർത്തുക. അവിടെ യേശുവിനെ ഉണർത്തിയത് തെറ്റൊന്നുമല്ല കേട്ടോ. എന്നാൽ അത് കഴിഞ്ഞവർ പറയുന്നത് നോക്കി, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. നോക്കണേ, ഗുരുവിന്റെ ക്ഷേമം ഇവർക്കൊരു പ്രശ്നമേ അല്ല. സ്വന്തം കാര്യം സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഭക്തിയല്ലേ പലപ്പോഴും നമുക്കുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ഭക്തിയിലും നാം എപ്പോഴും ദൈവമായുള്ള ബന്ധത്തിലും ഒക്കെ ആയിരിക്കുന്ന ഈ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ലേ. വാസ്തവത്തിൽ ഈ പടകിന്റെ അമരത്ത് യേശു ഉള്ളപ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതുതന്നെയാണ് യേശു അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? എന്നാൽ ഇവിടെയും നമ്മൾ കാണുന്നത് ആ ടെസ്റ്റിൽ പരാജയപ്പെട്ട ശിഷ്യന്മാരെ തള്ളിക്കളയാത്ത ഒരു യേശു കർത്താവിനെയാണ്. ആ പരാജയത്തിലൂടെയും യേശുവിലുള്ള വിശ്വാസം വളർത്തുന്ന പാഠമാണ് അവൻ അവർക്ക് നൽകുന്നത്. കാറ്റും കടലും കൂടെ ഇവനെ
അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്നവർ തമ്മിൽ പറഞ്ഞത് ആ പഠനത്തിൻ്റെ ഫലമാണ്. എമ്മൗസിലെ ശിഷ്യന്മാരും ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ തമ്മിൽ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അവൻ വഴിയിൽ വച്ച് നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവരോടൊപ്പം സഞ്ചരിച്ചത് യേശു ആണെന്ന് അവർ അറിയാതിരുന്ന സമയമായിരുന്നു അത്. അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് അവർ അന്നേരം വിശ്വസിച്ചിരുന്നില്ല. ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെ ജീവനുള്ള വചനമായ യേശുവിൻ്റെയും ശുശ്രൂഷ നിമിത്തം അവരുടെ ഉള്ളം, അവരുടെ ഹൃദയം അപ്പോഴേ കത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഇക്കാര്യമെല്ലാം അവർ ഓർത്തെടുത്തത് അവരുടെ കണ്ണ് തുറന്ന് അവനെ അറിഞ്ഞ ശേഷമാണ്. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. തുടക്കത്തിൽ അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ശിഷ്യന്മാർക്ക് തിരുവെഴുത്തുകളുടെ യഥാർത്ഥ അർത്ഥത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വെളിപ്പെടുത്തിയിട്ടാണ് യേശു അപ്പം മുറിച്ച് ആ സമയത്താണ് അവരുടെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ തിരുവെഴുത്തുകളിൽ അവർ കണ്ടെത്തിയ യേശുവിനെയാണ് കണ്ണ് തുറന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് യേശു അവർക്ക് തിരുവെഴുത്തുകൾ തെളിയിച്ച് നൽകിയതിനെ ഓർത്തുകൊണ്ട് അവർ അത്ഭുതപ്പെടുന്നത്. ശിഷ്യന്മാരുടെ ഈ വലിയ സംഘത്തോടൊപ്പമുള്ള അടുത്ത രംഗത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നത് തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ അവരുടെ ബുദ്ധിയെ അവൻ തുറന്നെന്ന. തിരുവെഴുത്തുകൾ തെളിയിക്കാനും മനസ്സിലാക്കാനും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാനും അവൻ തന്നെ നമ്മുടെ ഹൃദയം കണ്ണും തുറക്കണമെന്ന പാഠമാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നത്. വർത്തമാന കാലത്ത് നമുക്കറിയാമല്ലോ, എഐയോട് ചോദിച്ചാൽ നമുക്ക് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. എന്നാൽ നമ്മുടെ ഉള്ളം കത്തിക്കാനും ഹൃദയം തുറക്കാനും ആത്മീയ കണ്ണ് തുറപ്പിക്കാനും യേശുവിന് മാത്രമേ കഴിയൂ. അങ്ങനെയുള്ളവർക്ക് ഉയർപ്പിൻ്റെ ശക്തിയോടെ അവൻ്റെ വരവിൽ പ്രത്യാശയോടെ ക്രിസ്തീയ ജീവിതം തുടരാൻ കഴിയുള്ളൂ. ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു ആത്മപരിശോധന നടത്താം. നാം ഇപ്പോൾ എവിടെയാ? നമ്മളിൽ ചിലരെങ്കിലും എമ്മൗസിലേക്കുള്ള യാത്രയിലാണോ? അതോ യേശുവിനോടൊപ്പം എമ്മൗസിലെ വീട്ടിലെ ഭക്ഷണമേശയെങ്കിലാണോ? ഒരുപക്ഷെ നമ്മൾ ചിലരെങ്കിലും ഈ ദിവസങ്ങളിലെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ യെരുശലേമിലേക്ക് ഉള്ള മടക്കയാത്രയിലാകാം. അതുമല്ലെങ്കിൽ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്ന് സിമോന് പ്രത്യക്ഷനായ ആ 11 പേരോടുകൂടെ അടുത്തെത്തി വഴിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരിക്കാം നിങ്ങൾ. എന്തു തന്നെയായിരുന്നാലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്, ഈ വചന വെളിച്ചത്തിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളെ ജീവൻ നൽകി രക്ഷിച്ചവൻ നമ്മോടൊപ്പം ഏത് സാഹചര്യത്തിലുമുണ്ട്. നമുക്കറിയാം, അവരങ്ങനെ കൂടിയിരുന്ന് അവിടെ സംസാരിക്കുമ്പോഴും യേശു അവരുടെ മധ്യത്തിൽ അവർക്ക് പ്രത്യക്ഷനാകുന്നതാണ്. ഈ ഉറപ്പുള്ളവരായി യേശു നമ്മോടുകൂടി എപ്പോഴും ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടി ക്രിസ്തീയ ജീവിതത്തിൽ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്നതായ ഏതെങ്കിലും സംഭവങ്ങൾ, ഏതെങ്കിലും ചലഞ്ചസ് നമ്മെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ നമുക്ക് പിന്നെയും ഉറച്ചു പറയാം, ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ആ ഉറപ്പോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.